ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല എന്ന് പാടിയത് മലപ്പുറം ജില്ലക്കാരനായ പൂന്താനം നമ്പൂരിയാണ്. ഈ നമ്പൂരി ഇത് പറയുന്ന സമയത്ത് PV അൻവറിനെ മനസ്സിൽ കണ്ടു എന്നെനിക്കറിയില്ല. ഇന്നലെ വരെ മാർസിനെയും ലെനിനെയും എംഗൽസിനെയും EMS നമ്പൂരിപ്പാടിനെയും AKGയെയും പിടിച്ച് സത്യം ചേർന്ന ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് വാചാലനായിരുന്ന PV അൻവർ ഇപ്പോൾ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും 5 നേരത്തെ നമസ്കാരത്തെക്കുറിച്ചും വാചാലനാവാൻ തുടങ്ങിയിട്ടുണ്ട്. അൻവറിൻ്റെ പച്ച കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ദേശീയവാദിയായിരുന്നു, കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. മൗലികവാദികൾക്കും തീവ്രവാദികൾക്കും മുമ്പിൽ മുട്ട് വളയ്ക്കുകയില്ല. പാണക്കാട്ട് തങ്ങന്മാർ നേരിട്ട് വന്ന് പ്രചരണം നടത്തിയിട്ടും നിലമ്പൂരിൽ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം മേനി പറഞ്ഞത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ മാർക്സിസം ലെനിനിസം എന്ന് കേൾക്കുന്നത് ഹറാമായി. എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് മോഹൻദാസ് ഒന്നാം തരം വർഗീയവാദിയാണ് എന്ന ചരിത്രപരമായൊരു കണ്ടെത്തൽ കൂടി അദ്ദേഹം നടത്തി. P ശശി പണ്ടേ വർഗീയവാദിയാണ്. പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ അടുത്തൂൺ പറ്റി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അൻവറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മതേതരനായ ഒരു ഒറ്റ മാർക്സിസ്റ്റുകാരനും ഈ നാട്ടിലില്ല. മാർക്സിസ്റ്റുകാർക്കാണെങ്കിൽ അൻവർ എന്ന് കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയായി. അൻവറിൻ്റെ കൈയും കാലും വെട്ടി ചാലിയാറിൽ ഒഴുക്കും എന്നൊക്കെയാണ് അവരിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇതുവരെ അൻവർ ബാക്കിയുള്ളവരുടെ കൈയും കാലും വെട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അൻവറിൻ്റെ കൈയും കാലും വെട്ടും എന്ന് പറയാൻ തുടങ്ങി. അൻവറിനെ ഒരു കടന്നൽ രാജയായിട്ട് ചിത്രീകരിച്ചിരുന്ന സൈബർ ഗുണ്ടകളെല്ലാം ഇപ്പോൾ അൻവറിനെതിരായിട്ട് തിരിഞ്ഞു. പാർട്ടിക്ക് മീതെ ചാഞ്ഞ ഒരു മരവും വെട്ടിമാറ്റാതിരുന്നിട്ടില്ല എന്ന് പറയും. ഇതാണ് ഈ പറയുന്നത്. ഇന്നലെയോളം എന്തെന്നറിയില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. മാളികപ്പുറമേറിയ മന്നൻ്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. ആ രീതിയിൽ പൂന്താനം പറഞ്ഞത് വളരെ സത്യമായി. ഇതാണ് ഈ ജ്ഞാനപ്പാന എന്ന് പറയുന്നത്. ഇതിന് ജ്ഞാനപ്പൻ ആന എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്, ഇവിടെ ഫിലോസഫിക്ക് വലിയ സ്കോപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ വന്നത് ഈ ഏറനാടിൻ്റെ വീരപുത്രൻ വാര്യംകുന്നത്ത് കുഞ്ഞാമ്മദ് ഹാജിയുടെ പുനരവതാരവുമായിരിക്കുന്ന PV അൻവർ എങ്ങനെയാണ് ഈ നിലയിലെത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് സൈദ്ധാന്തികമായ ചില വിലയിരുത്തലുകൾ മാത്രമാണ്. PV അൻവർ നമുക്കറിയാവുന്ന പോലെ ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. ആദ്യം K സുധാകരൻ്റെ ഗ്രൂപ്പുകാരൻ, 4ാം ഗ്രൂപ്പുകാരനായിരുന്നു. പിന്നീട് അദ്ദേഹം കർണാടകയുടെ DICയിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ കോൺഗ്രസ്സിലേക്ക് പോയില്ല. VS അച്യുതാനന്ദൻ്റെ കാലം കഴിഞ്ഞ് 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ട്, CPM സ്വതന്ത്രനായിട്ട് ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടു. ഏറനാട്ടിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാം എന്ന ധാരണ ഏതാണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ എത്തിയതാണ്. പക്ഷേ അപ്പോഴത്തേക്കും ഒരു ചെറിയ അബദ്ധം പറ്റി. ഈ ഏറനാട് മണ്ഡലം CPIക്ക് വിട്ടുകൊടുത്തു. CPI കൂടുതൽ സീറ്റുകൾ ചോദിച്ചപ്പോൾ ബുദ്ധിമാന്മാരായ CPMകാർ അവർക്ക് കാക്ക കൊത്താത്ത 2 സീറ്റുകൾ കൊടുത്തു. അതിലൊന്ന് മഞ്ചേരിയാണ്, മറ്റത് ഏറനാടാണ്. CPIക്ക് നിലവിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റുണ്ടായിരുന്നു, അത് തിരൂരങ്ങാടിയാണ്. അങ്ങനെ മത്സരിച്ചാൽ ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത 3 സീറ്റുകൾ CPIക്കാർക്ക് കൊടുത്ത് CPMകാർ കൃതാർത്ഥരായി. അപ്പോൾ അൻവർ നേരെ തന്നെ CPI നേതാക്കന്മാരെ സമീപിച്ചു. CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചോളാം, ചിലവ് ഞാൻ തന്നെ വഹിച്ചോളാം എന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചു. സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. പക്ഷേ കഷ്ടകാലത്തിന് അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് CK ചന്ദ്രപ്പനായിരുന്നു. അൻവർ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അൻവറിൻ്റെ പേരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഏതാണ്ട് വ്യക്തമായ വിവരം ഏതോ കൂത്തികൾ CKയെ അറിയിച്ചു. CK പറഞ്ഞു, ഇയാളെപ്പോലെയുള്ള കൊള്ളരാത്തവന്മാർക്ക് CPIയിൽ സീറ്റില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഒരു കാരണവശാലും ഈ പാർട്ടി അൻവറിനെ പോലെ കളങ്കിതനായൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അൻവർ ആകെ പ്രകോപിതനായി അദ്ദേഹം ഏറനാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മുൻകൂട്ടി കാശ് വാങ്ങിയിരുന്ന CPMകാർ മുഴുവനും വോട്ട് അൻവറിന് കൊടുത്തു. CPIയുടെ സ്ഥാനാർത്ഥി വളരെ ദയനീയമായിട്ട് തോറ്റുപോയി. ഏതാണ്ട് 3000-ഓളം വോട്ടേ അദ്ദേഹത്തിന് കിട്ടി. അവിടെ PK ബഷീർ വിജയിച്ചു. നമ്മുടെ സീതി ഹാജിയുടെ മകൻ ബഷീർ ഏറനാട്ടിൽ നിന്ന് ജയിച്ചു. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം MI ഷാനവാസിനെതിരായിട്ട് വയനാട്ടിൽ മത്സരിച്ചു. കുറേ വോട്ടൊക്കെ പിടിച്ചു, പക്ഷേ തോറ്റുപോയി. ജാമ്യസംഖ്യ പൊതു ഖജനാവിലേക്ക് മുതൽ കൂട്ടി. അതിനുശേഷം CPM ഇദ്ദേഹത്തെ വീണ്ടും ഏറ്റെടുത്തു. 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നിലമ്പൂർ മണ്ഡലത്തിൽ പരീക്ഷിച്ചു. അപ്പോഴത്തേക്ക് ആര്യാടൻ
ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്മാറി അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുകയാണ്. അപ്പോൾ ആര്യാടനോടും മകനോടും വിരോധമുള്ള ആളുകൾ കൂടി അൻവറിനെ സഹായിച്ചു. അൻവർ ജയിച്ചു. 2021 അൻവർ വീണ്ടും മത്സരിച്ചു, വീണ്ടും ജയിച്ചു. വളരെയധികം പണം ചെലവഴിച്ചു, എങ്കിലും ജയിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന നിലയിലേക്ക് അൻവർ ഉയർന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഈ ജപ്പാൻ കുടിവെള്ളത്തെക്കുറിച്ചൊക്കെ പലതും പറഞ്ഞിരുന്നെങ്കിലും അൻവർ ഒരു വലിയ ഫിഗറായി മാറിയത് 2021 വിജയത്തിന് ശേഷം. അൻവറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ പോസ്റ്റ് അടിച്ചു. അൻവർ ആഫ്രിക്കയിലേക്ക് കടന്നു എന്ന് പറഞ്ഞ് പല കിംവദന്തികളും പരന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അൻവർ ഈ സൈബർ സഖാക്കളുടെ കൂട്ടുപിടിച്ച് വലിയ പ്രത്യാക്രമണം നടത്തി. അൻവറിന് സഹായഹസ്തവുമായിട്ട് കാരണഭൂതൻ നേരിട്ട് അവതരിച്ചു. കഴിഞ്ഞ അതിനിടയ്ക്ക് ഒരു സംഭവം കൂടിയുണ്ട്. അൻവർ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. പൊന്നാനി മണ്ഡലത്തിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. പക്ഷേ ജയിക്കുന്ന അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതോടെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അതുവരെ ഉണ്ടായിരുന്ന ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായിട്ട് ET മുഹമ്മദ് ബഷീറിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ അൻവർ തോറ്റുപോയി. ഞാനീ പറഞ്ഞ 2019 പാർലമെൻറ്റ് ഇലക്ഷൻ. അതിനുശേഷമാണ് 2021 അദ്ദേഹം വീണ്ടും ജയിക്കും. വീണ്ടും ജയിച്ചതിന് ശേഷം അദ്ദേഹം ഫിഗറാവുന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ പോകുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ പല ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ പരക്കും. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്കാണ് അദ്ദേഹം ഈ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പോർട്ടൽ അവരുടെ യൂട്യൂബ് ചാനലിനെതിരായിട്ട് വലിയ ഒരു യുദ്ധം അഴിച്ചുവിട്ടത്. ഇപ്പോൾ പിണറായിക്കെതിരായിട്ട് അല്ലെങ്കിൽ P ശശിക്കെതിരായിട്ട് അതിൽ ADGPക്കെതിരായിട്ട് പറഞ്ഞിരുന്ന വർത്തമാനമൊക്കെ പുള്ളി അന്ന് മറുനാടൻ മലയാളിയുടെ നടത്തിപ്പുകാരനായ ഷാജൻ സ്കറിയക്കെതിരായിട്ട് ഇതുപോലൊരു ആക്രമണം നടത്തി. വലിയ ആക്രമണം നടത്തിയത്. കാരണം അൻവറിനെ പ്രകോപിപ്പിച്ചത് ഈ അൻവറിനെക്കുറിച്ച് ഷാജൻ പറഞ്ഞ കാര്യങ്ങളല്ല. അൻവറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു മുതലാളിയുണ്ട്. ഈ മുതലാളിയെ പറ്റി അത്ര ഗുണകരമല്ലാത്ത അഭിനന്ദനപരമല്ലാത്ത ചില വീഡിയോകൾ ഷാജൻ സ്കറിയ നടത്തി. മുതലാളി ഈ ഷാജനെതിരായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കേസുകൾ ഫയൽ ചെയ്തു. ചിലതിലൊക്കെ ചില ഇടക്കാല ഉത്തരവുകൾ കിട്ടി. പക്ഷേ അത് പോരാ എന്ന് തോന്നിയപ്പോൾ അൻവർ നേരിട്ട് രംഗത്തിറങ്ങി. അൻവറിൻ്റെ താല്പര്യപ്രകാരം കുന്നത്തുകാട് MLA ആയിരിക്കുന്ന സഖാവ് PV ശ്രീനിജൻ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം ഒരു കേസ് ഒരു പരാതി കൊടുത്തു. ആ പരാതി നിയമപരമായിട്ട് നിലനിൽക്കുന്നതിനെക്കുറിച്ച് അന്നേ സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് DGPയുടെ പരിശോധനയ്ക്ക് പോയി. അവസാനം കേസെടുക്കാൻ തീരുമാനിച്ചു. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമാണെങ്കിൽ ജാമ്യം കിട്ടുകയില്ല. അതാണ് അതിൻ്റെ ഒരു സൗകര്യം. മുൻകൂർ ജാമ്യം ഒട്ടും കിട്ടുകയില്ല. അങ്ങനെ ഷാജൻ സ്കറിയയുടെ ജാമ്യ ഹർജി എറണാകുളം ജില്ലാ കോടതി തള്ളുന്നു. അതിൻ്റെ പുറത്ത് ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ജഡ്ജി സെബാസ്റ്റ്യൻ പോളിൻ്റെ ജോലി കൂടി ചെയ്യുന്നു. അതായത് മാധ്യമ നിരൂപണം നടത്തുന്നു. ഈ ഷാജൻ സ്കറിയയുടെ മാധ്യമ പ്രവർത്തനം തന്നെ വളരെ അധമമാണെന്നും ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് തള്ളുന്നു. അത്രയപ്പോഴത്തേക്ക് ഇവർ വിജയിച്ചു എന്ന ഘട്ടത്തിലെത്തി. അപ്പോൾ ഈ ADGP അജിത് കുമാറൊക്കെ വളരെ നല്ല മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വളരെ ഊർജിതമായിട്ട് ഷാജനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഷാജൻ പിടികൊടുത്തില്ല. പുള്ളി അണ്ടർഗ്രൗണ്ടിലേക്ക് എത്ര അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. സ്ഥാപനത്തിൽ കയറി ക്യാമറയും കമ്പ്യൂട്ടറും കണകുണാദികളൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഷാജന് കിട്ടിയില്ല. ആ സമയത്താണ് ഈ മതമൗലികവാദികൾ നടത്തുന്ന മീഡിയ വൺ ചാനലിൽ അൻവറിനും ശ്രീനിജനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത്. അന്ന് മുതൽക്ക് ഇവർ ഒറ്റ കൈയായി. ഈ PV അൻവർ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്, ദേശീയ പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്നു. പിതാമഹൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുള്ള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ശക്തമായ പിന്തുണയായിട്ട് വന്നത് മീഡിയ വൺ ചാനലും അതിൽ അടുപ്പൂടി ചർച്ചക്കാർ വരുന്നു. ഷാജൻ സ്കറിയ ഉടനെ പൂട്ടണം, അതയാളെ ജയിലിൽ പറഞ്ഞു വിടണം എന്നുള്ള കാര്യത്തിൽ ഇവരെല്ലാവരും ഏക അഭിപ്രായക്കാരാണ്. അങ്ങനെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണം നടന്നു. പക്ഷേ കിട്ടിയില്ല. അതിനിടയ്ക്ക് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. അതുകൂടി അൻവറിന് വലിയ മോഹഭംഗം സംഭവിച്ചു. പക്ഷേ അൻവർ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. അദ്ദേഹം പല പല കംപ്ലൈൻറ്റുകളും പല കാരണങ്ങളും പറഞ്ഞ് വയർലെസ് ചോർത്തി, അത് ചെയ്തു ഇത് ചെയ്തു, തുമ്മിപ്പോൾ മൂക്കള തെറിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരവധി പരാതികൾ സ്വന്തം നിലയ്ക്ക് വേറെ ആൾക്കാരെ കൊണ്ട് കൊടുപ്പിച്ചു. പക്ഷേ ഈ പരാതികളൊക്കെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നപ്പോൾ പോലീസുകാർ ചിരിച്ചുപോയി എന്ന് പറഞ്ഞു. ADGP അജിത് കുമാറിന് പോലും ചിരി വന്നു. കാരണം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചോ വേറെ ഏതെങ്കിലും നിയമപ്രകാരമോ കുറ്റകരമായ ഒരു കാര്യവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ പോലീസുകാരൻ്റെ തൊപ്പിപ്പോവും, അല്ലെങ്കിൽ കളസം കോടതി ഊരിയെടുക്കും. അതുകൊണ്ട് ADGP പറഞ്ഞു, പൊന്ന് അൻവർ സാഹിബ് ഒരു രക്ഷയില്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും കേസ് നിൽക്കുകയില്ല. അൻവർ ഉടനെ പ്രകോപിതനായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പോയി കണ്ടു. ശശി നോക്കിയപ്പോൾ ശശി LLB പാസ്സായിട്ടുള്ള ആളുണ്ട്. കുറച്ച് ആൾ തലശ്ശേരിയിൽ വക്കീലായിട്ട് കോട്ടിട്ട് പോയിട്ടുണ്ട്. ശശിക്കും മനസ്സിലായി ഇത് കേസ് നിൽക്കില്ല.
പോലീസ് മേധാവിയോട് സംസാരിച്ചു, പക്ഷേ പുള്ളി പറഞ്ഞു ഒരു രക്ഷയില്ല, ഇതിൻ്റെ പേരിൽ കേസെടുക്കാം, പക്ഷേ കേസ് നിലനിൽക്കുകയില്ല. അതിൻ്റെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്താൽ നമ്മുടെ കത്തിക്കലും തീരും. അങ്ങനെ അൻവറിന് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും ADGPയോടും വലിയ ഈർഷ്യയായി. മാത്രമല്ല മുതലാളിക്കും ചെറിയ വിഷമം തോന്നി. ഈ നമ്മൾ പറഞ്ഞിട്ട് ഈ രാജ്യത്ത് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ. ഇദ്ദേഹം വെറും ഒരു മുതലാളിയല്ലല്ലോ, അങ്ങനെ ഒരു വലിയ കരുണാസാഗരമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ഇവിടെ ഒരു കേസെടുക്കാൻ പറ്റില്ല, പിന്നെ എന്ത് പോലീസ്, എന്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഇത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, അൻവർ എഴുതിക്കൊണ്ടിരുന്ന എല്ലാ പരാതികളും പേരിലും പോലീസിന് കേസെടുക്കാൻ പറ്റിയില്ല. ഗോവിന്ദൻ മാഷൻ കഴിഞ്ഞ ദിവസം ഇത് തന്നെ പറഞ്ഞു. ഷാജൻ സ്കറിയയുടെ പേരെടുത്ത് പറഞ്ഞു. പേര് പറയുമ്പോൾ തെറ്റിപ്പോന്നാലും ഇവർ രണ്ടുപേരും കൺഫേം ചെയ്തൊരു കാര്യമാണ്. അൻവറും ഇത് തന്നെ പറഞ്ഞു, ഒരു കൊല്ലത്തിന് മേലെ ഇതിൻ്റെ പുറകെ നടക്കാൻ നോക്കി. എത്ര കാശ് ചിലവായി, എത്ര അധ്വാനം ചിലവായി എന്നാണ് അൻവർ ചോദിക്കുന്നത്. സംഗതി 3 പേരും പറഞ്ഞ കാര്യം ഒന്ന് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മറുനാടൻ മലയാളി പൂട്ടിക്കാനുള്ള കൊട്ടേഷനാണ് അൻവർ എടുത്തിരുന്നത്. അത് പൂട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സമീപ ദിവസമാണ് സുപ്രീം കോടതി ആണി അടിച്ചുകൊണ്ടുള്ള വിധി വന്നത്. ഷാജൻ സ്കറിയയ്ക്ക് വെറുതെ ജാമ്യം കൊടുക്കില്ല. ആ ജഡ്ജ് ഓർഡർ വായിച്ചാൽ നമുക്കറിയാം. അതിൽ ഇയാൾക്കെതിരായ കേസ് തന്നെ നിലനിൽക്കുകയില്ല എന്ന മട്ടിൽ വിധി കൽപ്പിച്ചു. ഇനി ഇത് മജിസ്ട്രേറ്റോട് കോടതി കൊണ്ട് കൊടുക്കേണ്ട താമസമുള്ളൂ. ആ പെറ്റീഷൻ എടുത്ത് തോട്ടിലേക്ക് വിളിച്ചത് ആ നിലയിലെത്തി. പട്ടികജാതി നിയമപ്രകാരമല്ല, ഒരു നിയമപ്രകാരം ഒരു കേസ് നിലനിൽക്കില്ല. വേണമെങ്കിൽ ശ്രീനിജന് മാനനഷ്ട കേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പായിട്ട് മാനമുണ്ടെന്ന് ശ്രീനിജൻ തെളിയിക്കേണ്ടി വരും. അപ്പോൾ ശ്രീനിജൻ അതുകൊണ്ട് ബുദ്ധിമാനായതുകൊണ്ട് പുള്ളി ഉണ്ടയിട്ടു. പക്ഷേ അൻവറിന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അതിൽ വകതിരിവോ വിവേകമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി കോപാകുലനായി. പുള്ളി ഉടനെ തന്നെ ADGPക്കെതിരായി, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണഭൂതനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കുറേ മൂലധന ശക്തികളുണ്ട്, പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില പ്രമാണികളുണ്ട്. ഇവരൊക്കെ അൻവറിനെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിച്ചു. അൻവറിനോട് പറഞ്ഞു, ഇതാണ് സംഭവം. ഉടനെ തന്നെ അൻവർ വാളെടുത്തു. ആദ്യം മലപ്പുറം SP-ക്കെതിരെ, പിന്നീട് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ SP-ക്കെതിരെ, അത് കഴിഞ്ഞ് ADGPക്കെതിരെ, അവിടെ കൊണ്ട് നിൽക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. അപ്പോഴത്തേക്ക് സംഗതി ചൂടായി. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറഞ്ഞു വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യമാണ്. അങ്ങനെ അടുത്തത് മുഖ്യമന്ത്രിക്ക് എപ്പോഴും അൻവർ പറയുന്ന ഒറ്റ കാര്യമാണ്. എന്താണത്? മറുനാടൻ മലയാളിയെ പൂട്ടിക്കാനായിട്ട് ഞാൻ ഒരുപാട് പണം ചിലവഴിച്ചു, ഒരുപാട് അധ്വാനം ഉണ്ടായി, ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിച്ചു. ഇതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. അതിൻ്റെ കാരണം ഈ പോലീസ് DGPക്ക് അല്ലെങ്കിൽ ADGPക്ക് ബോധമില്ലാത്തതാണ്. അയാൾ അൻവർ പറയുന്നത് അനുസരിച്ച് 1.5 കോടി രൂപ ഷാജൻ സ്കറിയുടെ അടുത്ത് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. 1.5 കോടി രൂപയുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഏതായാലും അൻവറിൻ്റെ വിലാപം കേൾക്കാൻ നല്ല രസമുണ്ട്. മറിച്ച് സഖാക്കന്മാർ ഇന്നലെ വരെ അമ്മുക്ക എന്ന് വിളിച്ചവൻ ഇന്നിപ്പോൾ എംബോക്കി എന്നാണ് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു, കാലം പോയ പോക്ക്. ഈ പൂന്താനം ഒരു ചെറിയ കവിയല്ല കേട്ടോ, അദ്ദേഹം മഹാകവി തന്നെയാണ്, ഒരു സംശയമില്ല. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. അൻവറിൻ്റെ സ്ഥിതി എന്താണെന്നറിയില്ല. KT ജലീൽ കൂടെ ചേരുമോ എന്നറിയില്ല. മോഹൻദാസ് വർഗീയവാദിയായി കഴിഞ്ഞു, പിണറായി വിജയൻ വർഗീയവാദിയായി കഴിഞ്ഞു. ഇനി ഗോവിന്ദൻ മാഷ്, മിക്കവാറും നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് MP ഗോവിന്ദൻ വർഗീയവാദി, RSSകാരൻ എന്നുള്ള അൻവറിൻ്റെ ആക്രന്ദനം നിങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും എല്ലാ വർഗീയവാദികൾക്കും എല്ലാ സംഘപരിവാറുകാർക്കും മംഗളം നേരുന്നു എന്ന് മാത്രമല്ല, അമ്പുക്ക ഇവിടെ കൊണ്ട് നിർത്തരുത്. ഈ ധർമ്മയുദ്ധവുമായിട്ട് മുന്നോട്ട് പോകണം. ഈ നാട്ടിലുള്ള എല്ലാ വർഗീയവാദികളെയും, എല്ലാ നിയമലംഘകരെയും, പോലീസിലെ എല്ലാ പുഴുക്കുത്തുകളെയും തുറന്ന് കാണിക്കണം, അടച്ചു വയ്ക്കരുത്. അപ്പോഴപ്പോൾ തുറന്ന് കാണിച്ച് രാജ്യത്തെ സോഷ്യലിസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു വലിയ സുബർക്കത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം എന്ന് അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.